നമസ്കാരം. വ്യാഴത്തിന്റെ വക്രഗതിയിലുള്ള സഞ്ചാരത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. വ്യാഴം ഒരു രാശിയിൽ ഏതാണ്ട് ഒരു വർഷം തന്നെ സ്ഥിതി ചെയ്യുന്നതാകുന്നു. മറ്റ് ഗ്രഹങ്ങളെ പോലെ തന്നെ വ്യാഴത്തിന്റെ രാശിമാറ്റം പല നക്ഷത്രക്കാരിലും അഥവാ രാശിക്കാരിലും പലവിധ മാറ്റങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. വ്യാഴം പല രാശികളിൽ ഉദിക്കുകയും അസ്തമിക്കുകയും വക്രഗതിയിൽ നേർരേഖയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒക്ടോബർ മാസത്തിൽ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുകയാണ്. ചില രാശിക്കാർക്ക് വ്യാഴത്തിന്റെ ഈ സഞ്ചാരം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. ഏതെല്ലാം രാശിക്കാർക്കാണ് വ്യാഴത്തിന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം അനുകൂലമായ ഫലങ്ങൾ, ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ധനുരാശിയിൽ വ്യാഴം 6ാമത്തെ ഭാവത്തിലാണ് വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ചവർക്ക് ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. പ്രധാനമായും ഭാഗ്യത്തിന്റെ പരിപൂർണമായ പിന്തുണ ലഭിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. വളരെ കാലമായി പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. അതിൽ നിന്നും ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പ്രശ്നങ്ങളിൽ നിന്നും മുക്തി അഥവാ അത്തരം പ്രശ്നങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിറയുന്നതാകുന്നു. ആത്മവിശ്വാസം വളരെയധികം നിങ്ങൾക്ക് വർദ്ധിക്കും. ക്രമാതീതമായി ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിക്കും. ഭാഗ്യത്തിന്റെ തുണയിൽ വിചാരിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും എന്നതാണ് വാസ്തവം. പൂർത്തീകരിക്കുവാൻ സാധിക്കാതിരിക്കുന്നതായ ജോലികൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. കിട്ടാനിരിക്കുന്നതായ പണം അഥവാ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പണം ലഭിക്കുക തന്നെ ചെയ്യും. ഈ സമയം ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ധനപരമായ ഉയർച്ച, നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് പ്രധാനമായും കടന്ന് വരാവുന്നതാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് തുറക്കപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. തീർത്ഥയാത്രകൾക്കുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ സമയം ധനപരവും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക. കൂടാതെ ഈ സമയം ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ കൂടി ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പൊതുവിൽ നോക്കുകയാണ് ഈ സമയം നിങ്ങൾക്ക് ധനപരവും സന്തോഷകരവുമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഈ സമയം മുൻപോട്ട് പോകുവാൻ പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിലൂടെ വളരെയധികം മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വ്യാഴം ഏകാദശ ഭാവത്തിലാണ് ഇവർക്കുള്ളത്. അതിനാൽ തന്നെ ഈ രാശിയുടെ 6, 9 ഭാവങ്ങളുടെ അധീപനായ വ്യാഴം ഇവർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഭാഗ്യഭാവത്തിന്റെ അധിപൻ ആയതിനാൽ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഭാഗ്യത്തിന്റെ തുണ ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായി നടന്നു എന്ന് വരാം. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാനും ജീവിതത്തിൽ വളരെയധികം സംതൃപ്തി നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യാം. ഉന്നതമായ വിദ്യാഭ്യാസം നേടുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അതിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം വന്നു ചേരാം. അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിലുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഏറെക്കാലമായി വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പലവിധ തടസ്സങ്ങളും ജീവിതത്തിൽ നിന്നും അകലുന്നതായ സമയം കൂടിയാണ് ഇത്. വ്യാഴത്തിന്റെ അനുഗ്രഹം ജീവിതത്തിലെ പല മേഖലകളിലും നിങ്ങൾക്ക് വളരെയധികം സ്വാധീനമുണ്ടാക്കും എന്ന കാര്യം ഓർക്കുക. ഉന്നത അധികാരികളുമായി അല്ലെങ്കിൽ ഉയർന്ന വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ടും വളരെയധികം ശുഭകരമായ അല്ലെങ്കിൽ നല്ല ബന്ധം പുലർത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും.
കരിയറുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പല യാത്രകളും നിങ്ങൾക്ക് പിന്നീട് ഗുണകരമായി തീരും. ആധ്യാത്മികമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. അതിനാൽ തന്നെ സാമ്പത്തികപരമായ ക്ലേശങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. സന്തോഷകരമായ നിമിഷങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ അല്ലെങ്കിൽ സന്തോഷകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സമയം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം മുന്നോട്ട് പോവുക. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുവാൻ പ്രത്യേകം ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കന്നി രാശിയിൽ ജനിച്ചവർക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ് ഇത്. കന്നി രാശിയിൽ 9ാമത്തെ ഭാവത്തിലാണ് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കാനായി പോകുന്നത്. അതിനാൽ തന്നെ ഈ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാം. കന്നി രാശിയുടെ സുഖത്തിന്റെ ഭാവമായ 4, ബിസിനസിന്റെ ഭാവമായ 8 എന്നിവയുടെ അധിപൻ കൂടിയാണ് വ്യാഴം. അതിനാൽ തന്നെ ഈ വ്യാഴത്തിന്റെ മാറ്റം വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതിന് കാരണമായി തീരും. ധർമ്മം, കർമ്മം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഭിവൃദ്ധി വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് വന്നു ചേരാം. കൈകളിൽ ധനം വന്നു ചേരുകയും ശരിയായ രീതിയിൽ അവ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യാം. അഭിവൃദ്ധി പല കാര്യങ്ങളിലും പ്രകടമാകുന്ന സമയം കൂടിയാണ് ഇത്. ഏറെ കാലമായി നടക്കാതിരിക്കുന്നതായ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഏറെക്കാലമായി ചെയ്യണം എന്ന് ആഗ്രഹിച്ചതായ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും വളരെയധികം ആഗ്രഹിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിൽ ഫലം കാണുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് വന്നു ചേരുന്നതായ ധനം അത് നിങ്ങളുടെ പല ആവശ്യങ്ങൾക്കും ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ സന്തോഷകരമായ ജീവിതം, ഐക്യം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനോടൊപ്പം വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെയോ മറ്റു വ്യക്തികളെയോ കണ്ടുമുട്ടാം. കൂടാതെ ഈ സമയം അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ഈ സമയം ധനപരമായ ഉയർച്ചയും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ലാഭം വർദ്ധിക്കുക, ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ അതിൽ വിജയം കാണുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതൽ തന്നെയാകുന്നു. ഇവർ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് ഈ സമയം മുന്നോട്ട് പോവുക.